സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ട്രാവലിങ്ങിലായിരുന്നു. അതായത് കോട്ടയത്ത് നിന്ന് ട്രിവാൻഡ്രം പോവുക, ട്രിവാൻഡ്രത്ത് നിന്ന് കോട്ടയം വരിക, അതാണ് എൻ്റെ ട്രാവൽ. എന്തായാലും അത് കാരണം എനിക്ക് നേരെ ചൊവ്വേ 2 ആഴ്ചയായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് അതുപോലെ തന്നെ ഫുഡും നേരെ ചൊവ്വെ കഴിക്കാൻ പറ്റിയില്ല. സോ പ്രോഗ്രസ് കുറച്ച് സ്ലോ ഡൗൺ ആയെന്ന് എനിക്ക് തോന്നിക്കുന്നു. ബട്ട് എനിവേ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ ബാക്ക് ടു ട്രാക്ക് ആവാൻ ശ്രമിക്കുക. എനിവേ ഇനഫ് അബൌട്ട് ദാറ്റ്. അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല, ഞാനൊരു പുതിയ എക്വിപ്മെൻറ്റ് മേടിച്ചു ബോഡി വെയ്റ്റ് ട്രെയിനിങ്ങിന് വേണ്ടി. അതാണ് ജിംനാസ്റ്റിക് റിങ്സ്, അല്ലെങ്കിൽ കാൽസനിക് റിങ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിലുള്ള എൻ്റെ ആദ്യത്തെ ഒരു 2 ആഴ്ചത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ആൻഡ് എന്തായാലും ആദ്യമേ പറയട്ടെ, അത് ഭയങ്കര ഒരു ഹംബ്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് കുറച്ച് നാളായിട്ട് ബോഡി വെയ്റ്റ് ട്രെയിനിങ് തന്നെയാണല്ലോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനത്തെ റിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ ബോഡി വെയ്റ്റ് ട്രെയിനിങ് ചെയ്യാൻ ഇച്ചിരി എളുപ്പമായിരിക്കും, പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എളുപ്പമല്ല, പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ആ നിഗമനം വളരെ തെറ്റായിരുന്നു. അതിൽ സ്റ്റേബിളായിട്ട് നിൽക്കാൻ തന്നെ ഞാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു 2 ആഴ്ച കൊണ്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് പ്രോഗ്രസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലിംസ് നമുക്ക് കാണാം. ബൈ. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ദിവസത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ കുറച്ച് ഹോപ്പ്ലെസ് ആയിട്ട് തോന്നിച്ചു. ലൈക്ക് ഇത് ഭയങ്കര പാടാണല്ലോ, ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ, കൈയൊക്കെ കിടന്ന് വിറയ്ക്കുന്നു എന്നൊക്കെ വിചാരിച്ച് ഒരു ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ പുഷ് മൂവ്മെൻറ്റ്സ് തന്നെ ഞാൻ ഇതിൽ ട്രൈ ചെയ്തു. അപ്പോൾ ട്രൈ ചെയ്തപ്പോഴത്തേക്കും ലൈക്ക് നിങ്ങൾ തന്നെ കണ്ടു. സ്റ്റിൽ ഷേക്കി ആൻഡ് വോബ്ലി ആയിരുന്നെങ്കിലും കുറച്ചെങ്കിലും ഹോപ്പ് വന്നു തുടങ്ങി. ലൈക്ക് എനിക്ക് ചെയ്യാൻ പറ്റും, കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, കുറച്ച് സ്ലോ പേസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും പുഷ് എക്സസൈസ് എന്ന് എനിക്ക് തോന്നൽ വന്നിച്ചു തുടങ്ങി. ലൈക്ക് ഈ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണെങ്കിലും ഞാൻ ചെയ്തപ്പോൾ നല്ല കൺട്രോൾ ചെയ്ത്, നേരത്തെ പറഞ്ഞ പോലെ സ്ലോ പേസ് ആയിട്ട് ഞാൻ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ഇൻ എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വേ. കാരണം ഞാൻ റിങ്സിൽ ആദ്യമായിട്ടാണല്ലോ വർക്കൗട്ട് ചെയ്യുന്നത്. ആൻഡ് അത് ചെയ്യുമ്പം അത് റിങ്സ് സ്റ്റേബിൾ ചെയ്യാനും അതുപോലെ തന്നെ പുഷ് ചെയ്യാനുള്ള രണ്ടിനും കൂടെ എഫേർട്ട് ഇടുന്ന കാരണം ലൈക്ക് അത് നോർമലി ഗ്രൗണ്ടിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എക്സോസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് മസിൽസ് ആണെങ്കിലും നല്ല രീതിയിൽ ബോൺ ചെയ്യുന്ന പോലെ തോന്നി. അപ്പോൾ എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. സോ അതായിരുന്നു എൻ്റെ പുഷ് എക്സസൈസസിൻ്റെ എക്സ്പീരിയൻസ് ഓൺ ദ റിങ്സ്. സോ അതിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിലുള്ള ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം.
പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത എക്സസൈസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൾ എക്സസൈസ് ആണ്. ആൻഡ് പുൾ ഡേ ആക്ച്വലി എനിക്ക് പുഷ് ഡേനേക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണമാണെന്ന് തോന്നുന്നു എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റിങ്ങും പുഷ് ഡേയുടെ അത്ര എനിക്ക് സ്ട്രഗിൾ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നു എന്ന് ഒരു തോന്നൽ എനിക്ക് തോന്നിച്ചു തുടങ്ങി. ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. എന്തായാലും പുൾ ഡേയുടെ ഇതും കൂടെ ഗ്ലിംസും കൂടെ ജസ്റ്റ് ഒന്ന് കാണുക. ആൻഡ് ലെറ്റ് മീ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ 2 ആഴ്ചത്തെ റിങ്സിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്. എന്തായാലും ഇനിയും കുറേ ഏരിയാസ് ഉണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ. ഒബ്വിയസ്ലി അതിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഓരോ പ്രോഗ്രഷൻസ് ഞാൻ പഠിക്കുന്നതനുസരിച്ച് ഞാൻ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനി ഇടുന്നതായിരിക്കും. സോ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ദ വീഡിയോ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ദ വീഡിയോ. ആൻഡ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് അറിയാലോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു.